Exercise question number 2, page number 53. ഒരു ക്ലോക്ക് കാണാം നിങ്ങൾക്ക്. The numbers 1, 4, 8 on a clock face are joined to make a triangle. Calculate the angles of this triangle. How many equilateral triangles can we make by joining numbers on the clock's face? ചിത്രത്തിൽ ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ത്രികോണത്തിലെ കോണളവുകൾ കണക്കാക്കുക. ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു ക്ലോക്കിലുള്ള 12 ഡിജിറ്റാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഓരോ ഡിജിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണല്ലോ. അപ്പം ഈ ഒരു സർക്കിളായിട്ട് ഇതിനെ പരിഗണിച്ച് നടുവിലത്തെ പോയിന്റ് സെന്റർ ആണെങ്കിൽ ഈ സെന്ററിൽ നിന്ന് ഓരോ പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് വരച്ചാൽ അത് ആ സർക്കിളിന്റെ റേഡിയസ് ആരം ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരയ്ക്കുമ്പോൾ സെന്ററിൽ ആംഗിൾസ് ഉണ്ടാകും. എത്ര ആംഗിൾസ് ഉണ്ടാകും? 12ഉം 1ഉം ജോയിൻ ചെയ്യുമ്പോൾ 1, ഇവിടെ ആകുമ്പോൾ 2, 3, അങ്ങനെ എണ്ണി നോക്കുമ്പോൾ 12 ആംഗിൾസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ ആംഗിൾസ് എല്ലാം തുല്യവുമായിരിക്കും. കാരണം എന്താണ്? ഈ ഡിസ്റ്റൻസ്, ഈ ആർക്കിന്റെ ഡിസ്റ്റൻസ്, ഈ ചാപത്തിന്റെ ഡിസ്റ്റൻസ് എല്ലാത്തിലും സെയിം ആണ്. ഓക്കെ, നമുക്ക് ഒരു ക്ലോക്കിലെ അടുത്തടുത്ത 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, കേന്ദ്രകോൺ എത്രയാണെന്ന് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അതിനുവേണ്ടി നമുക്കറിയാം ലെറ്റ് O be the center of the circle എന്ന് എഴുതുന്നു. സെന്റർ ഓഫ് ദ ക്ലോക്ക്, ഇവിടെ ക്ലോക്ക് ആണ്, സോ സെന്റർ ഓഫ് ദ ക്ലോക്ക്. ഓക്കെ, ഇനി നമുക്കറിയാം the numbers from 1 to 12. ഒരു ക്ലോക്കില് 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. 1 to 12 are marked in the clock at the same distance. ഒരേ ദൂരത്തിലാണ് നമ്മൾ 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ഒരു ക്ലോക്കിൽ എഴുതുന്നത്. നമുക്കറിയാം സെന്ററിലുള്ള ആംഗിൾസ് എല്ലാം കൂട്ടിയാൽ എത്രയാ വരിക? 360 ഡിഗ്രി. സിൻസ് സം ഓഫ് ആംഗിൾസ് at the center of a clock, ക്ലോക്കിന്റെ കേന്ദ്രത്തിലുള്ള ആംഗിളുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അങ്ങനെയാകുമ്പോൾ അടുത്തടുത്ത പോയിന്റുകൾ, അടുത്തടുത്ത നമ്പേഴ്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ സെന്ററിൽ എത്ര ആംഗിൾസ് ഉണ്ടാവും? 12 ആംഗിൾസ് ഉണ്ടാവും. Therefore, number of angles at the center formed on joining two consecutive numbers. ആകെ 12 നമ്പേഴ്സ് ആണുള്ളത്. സോ എത്ര ആംഗിൾസ് ഉണ്ടാവും? 12 ആംഗിളും ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ ഒരാംഗിൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Therefore, each angle ആകെ 360 ഡിഗ്രി ആണ്. ഇത് 12 എണ്ണം ഉണ്ട്. സോ 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 into 3 ആണ് 36. അപ്പോൾ 30 ഡിഗ്രി എന്ന് കിട്ടും. ഓരോ ആംഗിൾ, അടുത്തടുത്ത 2 നമ്പേഴ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ളത് 30 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനകത്ത് ഈ ക്ലോക്കിലെ 3 നമ്പേഴ്സ് 1, 4, 8 ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും എത്രയാന്ന് കാണണം. അതായത് ആംഗിൾ 1, ഈ 1ൽ വരുന്ന ആംഗിൾ എത്രയാന്ന് കാണണം, 4ൽ വരുന്ന ആംഗിൾ എത്രയാന്ന് കാണണം,
8ൽ വരുന്ന ആംഗിൾ എത്രയാന്ന് കാണണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ്, ഇതൊരു സർക്കിളിലെ പോയിന്റ് ആണ്, സർക്കിളിലെ പോയിന്റിലേക്ക് തന്നെ കൺസിഡർ ചെയ്യണം. സെന്റർ ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാൻ 1നെ ഓയുമായിട്ട് ജോയിൻ ചെയ്യുന്നു, 4നെയും ഓയുമായിട്ട് ജോയിൻ ചെയ്യുന്നു, 8നെയും ഓയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പൊ എനിക്ക് സെന്ററിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എത്രയാണ് ആംഗിൾ വരിക? അതായത് ഇവിടെ വരുന്നത് നോക്കിയോ, 1 മുതൽ 2 വരെ, 2 മുതൽ 3 വരെ, 3 മുതൽ 4 വരെ. അങ്ങനെ എത്രണ്ണം വരും? 30, 30, 30. 3 30 വരും. ഇവിടെ എത്രയാ വരിക? 90 ഡിഗ്രി. ഇത് 90 ആണെങ്കിൽ അതിന്റെ പുറകിലുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര വരും? 45 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി ഇവിടെ വരുന്നത് 4ഉം 8ഉം കോഡ് ജോയിൻ ചെയ്താൽ ഉണ്ടാകുന്ന സെന്റർ ആംഗിൾ എത്രയാ വരിക? 4 മുതൽ 8 വരെ. ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30. അങ്ങനെ എത്ര 30 വരും? 1, 2, 3, 4. സോ 4 into 30 വരുമ്പോൾ 120 വരും. അപ്പോൾ നമുക്ക് അതിന്റെ പുറകിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും 60. മനസ്സിലായോ? ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സുഖമാണ്, അതിങ്ങനെ എണ്ണി നോക്കണമെന്നില്ല. ഇവിടെ 120 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസുകൾ തമ്മിൽ കൂട്ടിയാൽ 360 ആണ് വരിക എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ച് ഇതിന്റെ പുറകിലത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ ഈ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഒന്ന് 60ഉം ഒന്ന് 45. അപ്പോൾ മൂന്നാമത്തത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഓയിനെ 1ഉമായിട്ടും 4ഉമായിട്ടും 8ഉമായിട്ടും ജോയിൻ ചെയ്യുന്നു. ജോയിൻ O with 1, 4, 8. ഓക്കെ, അങ്കിൾ 104. ഞാൻ ആ പോയിന്റിന് 1ന് A എന്നും 4ന് B എന്നൊക്കെ നിങ്ങൾക്ക് കൊടുത്തെഴുതാം. ഞാൻ ഇവിടെ 104 എന്ന് തന്നെ എഴുതുന്നു. നമ്മൾ നേരത്തെ കണ്ടെത്തിയ പോലെ 90 ഡിഗ്രി. Therefore, angle in 8ൽ വരുന്ന ആംഗിൾ അപ്പൊ എത്രയാവും? ഇതിന്റെ പകുതി 45 ഡിഗ്രി. അടുത്ത സെൻട്രൽ ആംഗിൾ കാണുന്നു 408. നമ്മൾ കണ്ടെത്തി 120 ഡിഗ്രി. സോ അതിന്റെ പുറകിലുള്ള ആംഗിൾ വരുന്നത് ആംഗിൾ ഇൻ 1 ആണ്. ആംഗിൾ ഇൻ 1 is equal to 60 ഡിഗ്രി. അപ്പൊ 2 ആംഗിൾസ് കിട്ടി. Therefore, angle in 4. ആംഗിൾ ഇൻ 4 is equal to ടോട്ടൽ 180ൽ നിന്ന് ഈ 2 ആംഗിൾസ് കുറച്ചാൽ മതി. 45 plus 60 കുറയ്ക്കുക. 180ൽ നിന്ന് 45ഉം 60യും കൂടെ കൂട്ടിയാൽ 105 ആണ്. അപ്പൊ 180ൽ നിന്ന് 105 കുറച്ചാൽ നമുക്ക് 75 ഡിഗ്രി എന്ന് കിട്ടും. സോ 3 ആംഗിൾസും നമ്മൾ കണ്ടെത്തി. അപ്പൊ ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഹൗ മെനി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് നമ്പേഴ്സ് ഓൺ ദ ക്ലോക്ക് സ്പേസ്? അപ്പൊ ഒരു ക്ലോക്ക് സ്പേസിൽ എത്ര ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ കഴിയും? ഇവിടെ നോക്കുക, നമുക്ക് 60 ഡിഗ്രിയാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഒരാംഗിൾ. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് 60 ഡിഗ്രി കിട്ടിയത് ഇത് 120യുടെ പകുതി വന്നപ്പോഴാണ്. 120 വന്നത് എത്ര പോയിന്റ്സ് ജോയിൻ ചെയ്തപ്പോഴാണ്? 1, 2, 3, 4 പോയിന്റ്സ് ജോയിൻ ചെയ്തപ്പോഴാണ് നമുക്ക് 120 വന്നത്. സോ അതാണ് അതിന്റെ പകുതി 60 വന്നത്. അപ്പൊ 4 പോയിന്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ 120 വരും സെൻട്രൽ ആംഗിള്. അതിന് പുറകിലത്തെ ആംഗിൾ അപ്പോൾ നമുക്ക് 60 കിട്ടും. സോ നമുക്ക് എത്ര എണ്ണം കണ്ടുപിടിക്കാം, എത്ര ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യത്തെ നമ്പർ 1 ആണെങ്കിൽ അടുത്ത നമ്പർ എന്തെടുക്കാം? 4 ഗ്യാപ്പ് വരണം ആണല്ലോ. അപ്പൊ 5. പിന്നെ 4 ഗ്യാപ്പ് വരണം 9. 1ഉം 5ഉം 9ഉം ജോയിൻ ചെയ്താൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. തിരിച്ച് ഇനി രണ്ടാമത് 2 ആണ് ഒരു പോയിന്റ് എടുക്കുന്നെങ്കിലോ 4 ഗ്യാപ്പ് വരണം. അപ്പൊ 6, 10. 2ഉം 6ഉം 10ഉം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് കിട്ടും? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. 3 ആണെങ്കിലോ 3, 7, 11. 3ഉം 7ഉം 11ഉം ജോയിൻ ചെയ്താലും ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. 4, 8, 12.
4ഉം 8ഉം 12ഉം ജോയിൻ ചെയ്താൽ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് കിട്ടുക. സോ നമ്മൾ 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സും കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. സോ ഒരു ക്ലോക്കിൽ എത്ര ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും? ഒരു പ്രാവശ്യം മാത്രം വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? 4 എണ്ണം വരയ്ക്കാൻ കഴിയും. എന്ത് ശ്രദ്ധിച്ചാൽ മതി? അതിന്റെ ഗ്യാപ്പ്, ഓക്കെ, ആ ഡിസ്റ്റൻസ് 4 ഡിസ്റ്റൻസ് ആയിരിക്കണം. ആ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് we can make 4 equilateral triangles ഓരോ ആംഗിളും 60 വരുന്ന വിധത്തിൽ 120 ആയിരിക്കണം. 120ന്റെ പകുതി 120 കിട്ടണമെങ്കിൽ ഓരോ ആംഗിളും 30 ആണ്. അപ്പൊ 30 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട്. ഓക്കെ, SSLC ക്വസ്റ്റ്യൻ ക്ലോക്കിന്റെ പ്രോബ്ലം തന്നെയാണ്. In the figure of a clock, numbers 12, 7 and 5 are joined to form a triangle. A. What are the measures of the angles of this triangle? B. Give a suitable name for this triangle. C. How many such triangles can be drawn in this clock? ചിത്രത്തിൽ ക്ലോക്കിലെ 12, 7, 5 എന്നീ സംഖ്യകൾ യോജിപ്പിച്ചൊരു ത്രികോണമുണ്ടാക്കി. ഈ ത്രികോണത്തിന്റെ കോണുകൾ എത്ര വീതമാണ്? ഈ ത്രികോണത്തിന് അനുയോജ്യമായ പേര് നൽകുക. ഒരു ക്ലോക്കിൽ ഇത്തരം എത്ര ത്രികോണങ്ങൾ വരയ്ക്കും? സോ നമ്മൾ ക്ലോക്കിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തില് നമ്മൾ കണ്ടതാണ് ക്ലോക്കിലെ അടുത്തടുത്ത നമ്പേഴ്സ് സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഓരോ കോണും 30 ഡിഗ്രി വീതമാണെന്ന്. അപ്പൊ ഇവിടെ 12ഉം 7ഉം 5ഉം ജോയിൻ ചെയ്തിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിലെ ഓരോ ആംഗിൾസും 12ൽ വരുന്ന ആംഗിൾ, 7ൽ വരുന്ന ആംഗിൾ, 5ൽ വരുന്ന ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സെന്ററിനെ ഈ 3 പോയിന്റ്സുമായിട്ടും ജോയിൻ ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സെന്റർ ആംഗിൾ, ഈ ആംഗിൾ എത്ര വരുമെന്ന് കണക്കാക്കാം. അതായത് 12 മുതൽ 5 വരെയാണ്. അപ്പൊ എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട്? 1, 2, 3, 4, 5, 5. സോ 5 30 ഡിഗ്രി വരും. ഇവിടെ 1 30, 30, 30, 30, 30. അങ്ങനെ ടോട്ടൽ 5 എണ്ണം വരും. സോ 5 into 30, 150 വരും. സോ ഈ സെൻട്രൽ ആംഗിളിന്റെ പുറകില്, അതായത് ഈ കോഡ് 12ഉം 5ഉം ജോയിൻ ചെയ്ത കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിളാണ് 150 ഡിഗ്രി. അത് മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിളാണ് ഇത്. ഇതിന്റെ നേരെ പുറകിലുള്ള ആംഗിൾ. സോ അത് ഈ 150യുടെ പകുതിയാണ് വരിക. 150യുടെ പകുതി എത്രയാണ്? 75. ഓക്കെ, ഇനി ഈ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കാം. ഇത് 5 മുതൽ 7 വരെയാണ്. 5 മുതൽ 7 വരെ ഇവിടെ 130 ഡിഗ്രി, ഇവിടെയും 30 ഡിഗ്രി, അങ്ങനെ 60 ഡിഗ്രി വരും. സോ അതിന്റെ പുറകിലുള്ള ആംഗിൾ, അതായത് 12ൽ വരുന്ന ആംഗിൾ ഈ 60യുടെ പകുതിയാണ് വരിക, 30 ഡിഗ്രി. അപ്പൊ നമുക്ക് 2 ആംഗിൾസ് കിട്ടി, 75ഉം 30. 75ഉം 30യും കൂട്ടിയാൽ നമുക്ക് 105 വരും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 75. ഓക്കെ, അപ്പൊ നമുക്ക് 3 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എഴുതാം A into answer. Each angle joining the consecutive numbers on the clock എത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ ജോയിൻ A12, A5, A7. A സെന്റർ ആണെന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ A12ഉം A5ഉം A7ഉം ജോയിൻ ചെയ്യുന്നു എന്ന് കാണിച്ചത്. സോ നമുക്ക് ആംഗിൾ 12A5 നേരത്തെ കണ്ട പോലെ തന്നെ 5 30 ഡിഗ്രി വരും, 150 ഡിഗ്രി. Therefore, angle in 7ൽ വരുന്ന ആംഗിൾ 75 ഡിഗ്രി. അതേപോലെ നമുക്ക്
ആംഗിൾ 5A7. 5 മുതൽ 7 വരെ 230 ആണ് വരിക. സോ 60 ഡിഗ്രി. Therefore അതിന്റെ പുറകിലെ ആംഗിൾ വരുന്നത് 12ലാണ്. ആംഗിൾ ഇൻ 12 is equal to 60യുടെ പകുതി 30 ഡിഗ്രി. Therefore രണ്ട് ആംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ പറ്റും. ആംഗിൾ ഇൻ നമുക്ക് വേണ്ടത് 5ലെ ആംഗിളാണ്. ആംഗിൾ ഇൻ 5 is equal to ടോട്ടൽ 180 ഡിഗ്രിയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ രണ്ട് ആംഗിൾസും കുറച്ചാൽ മതി. 75ഉം 30യും കുറയ്ക്കുന്നു. സോ 180 മൈനസ് 75 പ്ലസ് 30 എന്ന് പറയുന്നത് 105 ആണ്. സോ 180യിൽ നിന്ന് 105 കുറച്ചാൽ നമുക്ക് 75 ഡിഗ്രി കിട്ടും. സോ 3 ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗിവ് എ സൂട്ടബിൾ നെയിം ഫോർ ദിസ് ട്രയാങ്കിൾ. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിന് ത്രികോണത്തിന് അനുയോജ്യമായ പേര് നിർദ്ദേശിക്കാനാണ്. ഇവിടെ നമ്മൾ എന്ത് പ്രത്യേകതയാണ് കണ്ടത്? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. 75 ആണ് വന്നത്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും ഈക്വൽ ആയിരിക്കും. സോ വാട്ട് യു കോൾ ദ ട്രയാങ്കിൾ ഇൻ വിച്ച് ടു സൈഡ്സ് ആർ ഈക്വൽ? ദ ട്രയാങ്കിൾ in which two sides are equal is called isosceles triangle. So ഈ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ഐസോസെൽസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഓക്കെ. സോ ആ ട്രയാങ്കിളിന് നമ്മൾ പറയുന്ന പേരാണ് ഐസോസെൽസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. സോ രണ്ടാമത്തെ ആൻസർ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി സച്ച് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ദിസ് ക്ലോക്ക്. ഇതുപോലത്തെ എത്ര ത്രികോണങ്ങൾ ഈ ക്ലോക്കിൽ വരയ്ക്കാം? അപ്പോൾ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കണ്ടത് എങ്ങനെയാണ്? 12, 5, 7. 12, 5, 7 ജോയിൻ ചെയ്തപ്പോഴാണ് നമുക്കൊരു ഐസോസെൽസ് ട്രയാങ്കിൾ കിട്ടിയത്, ഒരു സമപാർശ്വ ത്രികോണം കിട്ടിയത്. അപ്പൊ ഇത്രയും നോക്കിയാൽ മതി. 12ൽ നിന്ന് 5ലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വന്നത്? നോക്കൂ, 12ൽ നിന്ന് 5 വരെ എത്ര ഡിസ്റ്റൻസ് വന്നു? 1, 2, 3, 4, 5. 5 വ്യത്യാസത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് 5ൽ നിന്ന് 7ലേക്ക് 2. സോ ഈ ഡിഫറൻസിൽ വരുന്ന നമ്പേഴ്സ് എടുത്താൽ മതി. അപ്പൊ നമുക്കിനി 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 5 ഡിഫറൻസിൽ അടുത്ത നമ്പർ എന്താണ്? 6. പിന്നെ 2 ഡിഫറൻസിൽ അടുത്ത നമ്പർ ഏതാണ്? 8. സോ നമ്പർ ഏതൊക്കെ? ഈ 3 നമ്പേഴ്സും ജോയിൻ ചെയ്താലും നമുക്കൊരു ഐസോസെൽസ് ട്രയാങ്കിൾ തന്നെയാണ് കിട്ടുക. ഇനി ഒന്നും കൂടി എഴുതാം. 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ 5 ഡിഫറൻസിൽ 7, 2 ഡിഫറൻസിൽ 9. 3 സ്റ്റാർട്ട് ചെയ്താൽ 5 ഡിഫറൻസിൽ 8, 2 ഡിഫറൻസിൽ 10. ഓക്കെ. ഇനി 4 സ്റ്റാർട്ട് ചെയ്താൽ 5 ഡിഫറൻസിൽ 9, 2 ഡിഫറൻസിൽ 11. 5 സ്റ്റാർട്ട് ചെയ്താൽ 5 ഡിഫറൻസിൽ 10, 2 ഡിഫറൻസിൽ 12. ഓക്കെ. 6 സ്റ്റാർട്ട് ചെയ്താലോ 5 ഡിഫറൻസിൽ 11, 2 ഡിഫറൻസിൽ 1. 7 എടുത്താൽ 5 ഡിഫറൻസിൽ 12, 2 ഡിഫറൻസിൽ 2. 8 തുടങ്ങിയാൽ 5 ഡിഫറൻസിൽ 1, 2 ഡിഫറൻസിൽ 3. 9 തുടങ്ങുകയാണെങ്കിൽ 5 ഡിഫറൻസിൽ. സോ രണ്ടാമത്തെ നമ്പേഴ്സിലൊക്കെ നിങ്ങൾക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. നോക്ക്, 6, 7, 8, 9, 10, 11, 12, 1. സോ ഇനി അടുത്തത് 2. ഓക്കെ. അടുത്തതോ 12, 1, 2, 3, നെക്സ്റ്റ് 4. 10 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ 3, നെക്സ്റ്റ് നമ്പർ എത്ര വരും? 5. 11 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 11 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ 4, നെക്സ്റ്റ് നമ്പർ 6. ഓക്കെ. 12 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, അതൊന്നുകൂടെ എഴുതാം. 12, 5, 7. ഇത്രയും ഐസോസെൽസ് ട്രയാങ്കിൾസ് നമുക്കൊരു ക്ലോക്കിൽ വരയ്ക്കാൻ പറ്റും. സോ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ. ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4. സോ ടോട്ടൽ 12 this type of isosceles triangles can be drawn in the clock. Textbook exercise question number 3, page number 53. In each problem below, draw a circle and a chord to divide it into 2 parts such that the parts are as specified. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ചാപവും വരച്ച് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കണം. ഭാഗങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആകണം. ഒന്നാമത് തന്നിരിക്കുന്നത്
ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 80 ഡിഗ്രി. ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം 80 ഡിഗ്രി. നമുക്കറിയാം ഒരു സർക്കിളില് ഒരു കോഡ് വരച്ചാൽ ആ കോഡ് സർക്കിളിലെ 2 ഭാഗങ്ങളാക്കുന്നു എന്ന്. ഒരു ഭാഗം മേജർ സെഗ്മെന്റ് ആയിരിക്കും, വലിയ ഭാഗമായിരിക്കും. ഒരു ഭാഗം മൈനർ സെഗ്മെന്റ് ആയിരിക്കും, ചെറിയ ഭാഗമായിരിക്കും. സോ ഒരു സെഗ്മെന്റിൽ നമ്മൾ വരയ്ക്കുന്ന ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 80 ഡിഗ്രി, ഒരു പാർട്ട് 80 ഡിഗ്രി എന്ന്. സോ നമ്മളത് മേജർ പാർട്ടിൽ വരയ്ക്കുമോ മൈനർ പാർട്ടിൽ വരയ്ക്കുമോ? നേരത്തെ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, മേജർ പാർട്ടിലാണ് 90 ഡിഗ്രിയിൽ കുറവ് കിട്ടുക, മൈനർ പാർട്ടിൽ വരയ്ക്കുമ്പോൾ 90 ഡിഗ്രിയിൽ കൂടുതൽ ആയിരിക്കണം. അപ്പൊ നമുക്കിവിടെ വരയ്ക്കേണ്ടത് മേജർ പാർട്ടിലാണ് ആംഗിൾ 80 ഡിഗ്രി വരേണ്ടത്. അപ്പൊ നമുക്ക് ആംഗിൾ 80 ഡിഗ്രി മെഷർ ചെയ്ത് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമുക്ക് ആദ്യം ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. കോഡ് നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ മേജർ പാർട്ടിൽ 80 ഡിഗ്രി വരിക എന്ന് പറയുമ്പോൾ സെന്ററിൽ എത്ര വരുമെന്ന് നോക്കിയാൽ മതി. സെന്ററിൽ മേജർ പാർട്ട് 80 വരണമെങ്കിൽ സെന്ററിൽ എത്രയാ വരേണ്ടത്? 160 ഡിഗ്രി ആണ്. സോ സെന്ററിൽ 160 ഡിഗ്രി വരുന്ന വിധത്തിൽ കോഡ് വരച്ചിട്ട് നമുക്ക് ആംഗിൾസ് മേജർ പാർട്ടിൽ വരച്ചാൽ അതെല്ലാം എത്രയായിരിക്കും? 80 ഡിഗ്രി വീതം ആയിരിക്കും. സോ ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിളില് നമുക്ക് കോഡ് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ സെൻട്രൽ ആംഗിൾ കണ്ടെത്തിയിരുന്നു 160 ഡിഗ്രി എന്ന്. സോ 160 ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റേഡിയസ് ഇതേപോലെ വരയ്ക്കാം. ഒരു റേഡിയസ് വരയ്ക്കാം. നമുക്ക് മേജർ സെഗ്മെന്റ്, ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 80 ഡിഗ്രി ആണ് ഒരു പാർട്ടിൽ വരയ്ക്കേണ്ടത്. സോ നമുക്ക് മേജർ സെഗ്മെന്റ് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ റഫ് ഫിഗർ ആദ്യമേ വരച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 80 ഡിഗ്രി വരണമെങ്കിൽ സെൻട്രൽ ആംഗിൾ 160 വരണം. എപ്പോഴും സെൻട്രൽ ആംഗിൾ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എളുപ്പം. സോ സെൻട്രൽ ആംഗിൾ 160 വരണം. ഇപ്പോൾ വരച്ച റേഡിയസിൽ ആ സെന്ററിൽ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെക്കുക. എന്നിട്ട് 160. സോ ഇവിടെ നിന്ന് 0 മുതൽ മെഷർ ചെയ്യുക. അപ്പൊ താഴേക്കാണ് ലൈൻ പോയത്, അത് 0-ലുള്ളത് ഉള്ളിലാണ്. ഓക്കെ, സോ 0 മുതൽ 160 വരെ മെഷർ ചെയ്യുക. അപ്പൊ ഇവിടെയാണ് 160 വരിക. അതിനെ ജോയിൻ ചെയ്യുക, സർക്കിളുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ നിന്ന് വരച്ചാൽ മതി. ഈ ആംഗിൾ എത്രയായിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും. സോ ഈ 2 പോയിന്റുകളെയും ജോയിൻ ചെയ്യുന്ന കോഡാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി കോഡ് നമ്മൾ വരച്ചു കഴിഞ്ഞു. കോഡിന് നമുക്ക് പേരിടാം AB എന്ന കോഡ്. സോ മേജർ പാർട്ട് ഈ മുകളിലത്തെ ഭാഗമാണ് മേജർ പാർട്ട് വരിക. താഴത്തെ ഭാഗം മൈനർ പാർട്ടാണ്, ചെറിയ ഭാഗമാണ്. സോ നമുക്ക് എനെയും ബിനെയും ജോയിൻ ചെയ്തിട്ട് സർക്കിളിലെ മേജർ പാർട്ടിലെ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് ഓൾ ആംഗിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു മിനിമം ഒരു 3 ആംഗിൾ എങ്കിലും നിങ്ങൾ വരയ്ക്കണം. സോ ഒന്ന് വരച്ചു. രണ്ടാമത്തത്, മൂന്നാമത്തത്. എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നതല്ല. ഇത് നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പരിചയിച്ച SSLC ക്വസ്റ്റ്യൻസ് പോലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ പ്രൂഫ് ക്വസ്റ്റ്യൻസ് പാടെ ഒഴിവാക്കി പഠിക്കരുത്. A+ കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പ്രൂഫ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റുന്നവര് മാക്സിമം പഠിക്കും. അപ്പൊ ഇത് ഓരോ ആംഗിളും നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഇത് 180 ആണ്. അതിന് നേരെ പുറകിലെ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ 80 ഡിഗ്രി. സോ ഇവിടെ 80 ഡിഗ്രി മെഷർ ചെയ്ത് ഒന്നിൽ കൂടുതൽ ആംഗിൾസ് വരയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മൾ സെൻട്രൽ ആംഗിൾ എത്ര വരുമെന്ന് കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് കോഡ് വരച്ചിട്ട് മേജർ പാർട്ടിൽ വരയ്ക്കുക. ഓക്കെ, 80 ഡിഗ്രി 90 ഡിഗ്രിക്ക് കുറവാണ്. സോ 90 ഡിഗ്രിക്ക് കുറവായിട്ടുള്ള ആംഗിൾസ് വരണമെങ്കിൽ മേജർ സെഗ്മെന്റിൽ വരയ്ക്കണം, വലിയ ഭാഗത്ത് വരയ്ക്കണം. 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിൾസ് ആണ് വരേണ്ടതെങ്കിൽ ചെറിയ ഭാഗത്ത് മൈനർ സെഗ്മെന്റിൽ വരയ്ക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 110 ഡിഗ്രി. ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം 110 ഡിഗ്രി.
റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിലെ ഒരു ഭാഗത്തെ കോണുകളെല്ലാം 110 എന്ന് പറയുമ്പോൾ സർക്കിളിൽ ഒരു കോഡില് മൈനർ പാർട്ടിലെ ആംഗിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. കാരണം ഇത് 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്, 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ് 110. സോ നമ്മൾ മൈനർ പാർട്ടിലാണ് ആംഗിൾ വരയ്ക്കേണ്ടത്. സോ മൈനർ പാർട്ടിലെ ആംഗിൾ ആയിരിക്കും എത്ര വരിക? 110. സോ മൈനർ പാർട്ടിലെ എല്ലാ ആംഗിളും 110 വരണമെങ്കിൽ കോഡ് കറക്റ്റ് വരയ്ക്കണം നമ്മൾ. അപ്പൊ കോഡ് വരയ്ക്കുമ്പോൾ നമുക്കിവിടെ സെന്റർ ഉണ്ട്. നമ്മൾ ആദ്യം കാണേണ്ടത് എന്താണ്? സെന്ററിൽ വരുന്ന ആംഗിൾ എത്രയാന്നാണ് നോക്കേണ്ടത്. ഇത് 110 ആണെങ്കിൽ ഇതിന്റെ മുൻവശം എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ്, ഇതാണ് എടുക്കേണ്ടത്. ഇത് 110ന്റെ ഇരട്ടിയാണ് വരിക, 220. ഇത് 220 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ടോട്ടൽ 360 ആണ്. സോ ഇത് 220 ആണെങ്കിൽ ഇത് വരേണ്ടത് 140 ആണ്. മനസ്സിലായോ? ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുക. ഒരു കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. ആ കോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആംഗിൾ 140 ഡിഗ്രി എടുക്കണം. ഓക്കെ, എന്നാലാണ് മൈനർ സെഗ്മെന്റിൽ വരയ്ക്കുന്ന ആംഗിൾ എത്രയാവുള്ളൂ? 110 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. ഇഷ്ടമുള്ള റേഡിയസിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ആ ചിത്രം മനസ്സിൽ കണ്ടാൽ മതി. അതുകൊണ്ടാണ് ആദ്യമേ റഫ് ഫിഗർ വരയ്ക്കണം എന്ന് പറഞ്ഞത്. ഒരു റേഡിയസ് വരയ്ക്കാം. എന്നിട്ട് 140 ഡിഗ്രി 140 ഡിഗ്രി മെഷർ ചെയ്യാം. ഇത് 140 ഡിഗ്രി വരും. അതൊന്നും എഴുതണം നിർബന്ധമില്ല. ഈ ഒരു കോഡ് ഉണ്ട്, ആ കോഡ് വരയ്ക്കണം. ഇനി ആ കോഡിന് നമുക്ക് പേര് കൊടുക്കാം AB. ആ കോഡ് നിർണ്ണയിക്കുന്ന മൈനർ സെഗ്മെന്റിലെ ആംഗിൾസ് വരച്ചാൽ അവ ഓരോന്നും 110 ഡിഗ്രി വീതം ആയിരിക്കും. മിനിമം ഒരു 3 എണ്ണമെങ്കിലും വരച്ചേക്കാം. ഓരോ ആംഗിളും 110 ആയിരിക്കും. ഇത് 140. തേർഡ് വൺ, all angles on one part half of all angles on the other. ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി ആകണം. ആ വിധത്തിൽ ഒരു സർക്കിളും കോഡും വരയ്ക്കണം. ഇപ്പം നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. ഒരു സർക്കിൾ, അവിടെ ഒരു കോഡ്. ഓക്കെ, ഒരു ഭാഗത്തെ ആംഗിൾ ഞാൻ മേജർ സെഗ്മെന്റിൽ ഒരു ആംഗിൾ വരച്ചു. അതേ കോഡിലെ മൈനർ സെഗ്മെന്റിലെ ആംഗിൾ വരച്ചു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി ആയിരിക്കണം. ഓക്കെ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദ അതർ. അതായത് ഈ രണ്ട് ആംഗിൾസിൽ ഒരു ആംഗിൾ മറ്റേ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ്? ഇത് ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസ് ആണ്. നമുക്കറിയാം ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഒന്ന് മറ്റതിന്റെ ഇരട്ടി ആയിരിക്കും. അപ്പൊ ഇത് എക്സ് എന്നെടുത്താൽ ഇത് 2x എന്ന് എടുക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഒന്ന് മറ്റതിന്റെ ഇരട്ടി. നമുക്കറിയാം മേജർ സെഗ്മെന്റ്സിലെ ആംഗിൾസ് ആണ് ചെറുത്, മൈനർ സെഗ്മെന്റിലെ ആംഗിൾസ് വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇത് എക്സ് എടുക്കുമ്പോൾ ഇത് 2x എന്ന രീതിയിൽ വേണം വരാൻ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞത്. എപ്പോഴും ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x അല്ല. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 എന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനകത്ത് മേജർ പാർട്ടിലെ ആംഗിൾ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കണം മൈനർ പാർട്ടിലെ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും നോക്കൂ. എക്സ് പ്ലസ് 2x 3x. 3x എന്ന് പറയുന്നത് 180 ആണെങ്കിൽ എക്സ് എന്തായിരിക്കണം? 60. 180/3 60. സോ ഈ ആംഗിൾ 60 എടുക്കണം. അപ്പോൾ ഈ ആംഗിൾ 120 വരും.
മേജർ പാർട്ടിലെ ആംഗിൾസ് എല്ലാം 60യും മൈനർ പാർട്ടിലെ ആംഗിൾസ് എല്ലാം 120യും വരും. സോ നമുക്ക് ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദ അതർ കിട്ടും. ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതി ആകും. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? മേജർ പാർട്ടിലെ ആംഗിൾ എത്രയാന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 60 ആണ് വരേണ്ടത്. അപ്പോൾ അത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും സെന്ററുമായിട്ട് കണക്ട് ചെയ്യണം. സെന്ററിൽ ഉണ്ടാക്കേണ്ട ആംഗിൾ എത്രയായിരിക്കണം? 60യുടെ ഇരട്ടി ആണല്ലോ, 120. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു റേഡിയസ് വരയ്ക്കുക, 120 ഡിഗ്രിയില് മറ്റേ റേഡിയസും കൂടെ വരയ്ക്കും. എന്നിട്ട് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കോഡ്. അപ്പോൾ നമ്മൾ മേജർ പാർട്ടിൽ വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം 60 ആയിരിക്കും, മൈനർ പാർട്ടിൽ വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം 120 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇഷ്ടമുള്ള റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യം ഒരു റേഡിയസ് വരയ്ക്കണം. ഇനി 120 ഡിഗ്രി നമുക്ക് മെഷർ ചെയ്യണം. ഇപ്പൊ 2 പോയിന്റ് നമുക്ക് സർക്കിളിൽ കിട്ടി, എയും ബിയും. അതിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കോഡ് കിട്ടും, ഞാണ് കിട്ടും. ആ കോഡിലെ എൻ പോയിന്റ്സ് ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റുമായിട്ട് മേജർ സെഗ്മെന്റിലും മൈനർ സെഗ്മെന്റിലും നമുക്ക് ആംഗിൾസ് ഫോം ചെയ്യാം. അവയുടെ ആംഗിൾസ് എന്ന് പറയുന്നത് ഒന്ന് മറ്റതിന്റെ ഇരട്ടി ആയിരിക്കും. ഒരു മിനിമം ഒരു 3 എണ്ണം വരച്ചാൽ മതിയാകും. ഈ 2 ആംഗിൾസിന്റെ മെഷർ 60 ഡിഗ്രി വീതമായിരിക്കും. ഇനി അതേ കോഡില് മൈനർ സെഗ്മെന്റിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ 120 ആയിരിക്കും. ഇതെപ്പോഴാണ് കിട്ടിയത്? സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആയിട്ട് എടുത്തപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 1.5 ടൈംസ് ദ ആംഗിൾസ് ഓൺ ദ അതർ. ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ 1.5 മടങ്ങ്. അതായത് ഒരു സർക്കിൾ വരയ്ക്കണം, ഒരു കോഡ് വരയ്ക്കണം, ഒരു ഭാഗത്തെ ആംഗിൾ അതായത് മേജർ പാർട്ടിലെ ആംഗിളും മൈനർ പാർട്ടിലെ ആംഗിളും എടുക്കുകയാണെങ്കിൽ മേജർ പാർട്ടിലെ ആംഗിളിന്റെ 1.5 മടങ്ങായിരിക്കണം മൈനർ പാർട്ടിലെ ആംഗിൾ. അതെത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ മേജർ പാർട്ടിലെ ആംഗിളിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. മൈനർ പാർട്ടിലെ ആംഗിൾ 1.5 മടങ്ങാണ്, എക്സിന്റെ 1.5 മടങ്ങ്. 1.5 എന്നുള്ളതിന് 1.5 എന്നുള്ളതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എന്താ കിട്ടുക? 2 into 1 + 1 3/2 ആണല്ലോ. സോ ഇത് 3/2 എക്സ് ആയിരിക്കണം. നമുക്കറിയാം ഈ 2 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്രയാണ് വരേണ്ടത്? 180 ഡിഗ്രിയാണ്. ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതര ഭാഗങ്ങളിലെ കോണുകൾ അനുപൂരകങ്ങളാണ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. സോ എക്സ് പ്ലസ് 3/2 എക്സ് എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇതില് ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സ് എന്താ വരിക എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം എക്സ് പ്ലസ് 3/2 എക്സിനെ നമുക്ക് 3x/2 എന്ന് എഴുതിക്കൂടെ? അതാണ് 180 ഡിഗ്രി. ഇത് രണ്ടും കൂടെ കൂട്ടണം. സോ ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്. സോ 2 ഡിനോമിനേറ്റർ എക്സും 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x പ്ലസ് അതേ 3x ഇസ് ഈക്വൽ ടു 180 വരും. 2x-ഉം 3x-ഉം കൂടെ കൂട്ടുമ്പോൾ 5x വരും. 5x/2 ആണ് 180 ഡിഗ്രി വരിക. സോ 5x എന്ത് വരും?
180 ഇൻറ്റു ഈ രണ്ട് ഡിവൈഡ് ചെയ്ത രണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 2 ചെയ്യണം. സോ 5x ഈക്വൽ ടു 180യും 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 കിട്ടും. അപ്പോൾ എക്സ് എന്ത് വരും? 360യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 ഡിഗ്രി എന്ന് കിട്ടും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന സർക്കിള് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? കോഡ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? മേജർ പാർട്ടിലെ ആംഗിൾ 72 വരുന്ന വിധത്തിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ മേജർ പാർട്ടിൽ 72 വരണമെങ്കിൽ സെന്ററിൽ എത്രയായിരിക്കണം? 72ന്റെ ഇരട്ടി. എത്രയാ? 144. 72ന്റെ ഇരട്ടി 144 വരയ്ക്കുമ്പോൾ മേജർ പാർട്ടിലെ ആംഗിൾ 72 ആയിരിക്കും. മൈനർ പാർട്ടിലെ ആംഗിൾ 72വും പിന്നെ ഏത് നമ്പറും കൂടെ കൂട്ടിയാലാണ് നമുക്ക് 180 കിട്ടുക? 108 ആയിരിക്കും. അപ്പോൾ 72ന്റെ 1.5 മടങ്ങാണ് 108. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കാം. ആദ്യം ഈ റഫ് ഫിഗർ വരച്ച് ആംഗിൾസ് ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഒരു റേഡിയസ് വരയ്ക്കണം. ഇതാണ് നമ്മൾ കാണേണ്ട ഫിഗർ. ഇനി മെഷർ ചെയ്യേണ്ട ആംഗിൾ 144 ആണ്. സോ ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ വെച്ച് 144 മെഷർ ചെയ്യാം. 140 കഴിഞ്ഞ് 4 യൂണിറ്റ് കഴിഞ്ഞ് പോയിന്റ് ഇടാം. സോ നമ്മൾ ആംഗിൾ വരച്ചു കഴിഞ്ഞു 144. ഈ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സർക്കിളിലെ കോഡ് കിട്ടും AB. ആ കോഡുകളുടെ എൻഡ് പോയിന്റ്സ് ആകുന്ന വിധത്തിൽ മേജർ സെഗ്മെന്റിൽ നമ്മൾ ആംഗിൾ വരയ്ക്കുമ്പോൾ അത് 72 ആയിരിക്കും വരിക. കാരണം ഇത് 144 ആണെങ്കിൽ അതിന്റെ പുറകിൽ 72. സോ മൈനർ സെഗ്മെന്റിൽ വരുന്ന ആംഗിൾ 108 ആയിരിക്കും. 108 72 1.5 ടൈംസ് ആണ്. ഓക്കെ, 1.5 മടങ്ങാണ്. ഇതോരോന്നും 72, ഇതോരോന്നും 108.